ഇന്ന് രാവിലെ 11 മണിയോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കും. ലോക പ്രശസ്തമാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. തിരുവമ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. നിഖിൽ, പൂരാശംസകൾ. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ, മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ഖ്യാതിയെക്കുറിച്ച് പറയും. വെരി ഗുഡ് മോർണിംഗ്. തൃശൂർ പൂര നഗരിയിൽ നിന്ന് ഞാനിപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മഠത്തിൽ വരവെന്ന മനോഹരമായിട്ടുള്ളൊരു ക്ലാസിക്കൽ കലാരൂപം അത് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത് അതിനൊരു മറ്റൊരു സ്വഭാവമാണുള്ളത്. അങ്ങനെയെങ്കിൽ മഠത്തിൽ വരവിന് ഒരുപാടധികം ആരാധകരുണ്ട്. അത് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അല്പസമയം മുൻപ് തിരുവമ്പാടി കണ്ണന്റെ പുറത്തേറി ഭഗവതി പുറപ്പാട് എഴുന്നള്ളത്ത് നടത്തിയത് ആ ചടങ്ങ് ഇതിനോടകം തന്നെ ആരംഭിച്ചു. നാദസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം ഇറക്കി പൂജയ്ക്ക് ശേഷം കരിവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്തേറിയാണ് ഈ മഠത്തിൽ വരവിന് തുടക്കമാവുക. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ 3 ആന, പിന്നീട് അത് 15 ആനകളുമായിട്ടാണ് വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോ തിടമ്പേറ്റുന്ന ചടങ്ങ് കഴിഞ്ഞു അല്ലെ? ഇനിയിപ്പോ ഇവിടെ നടക്കാനുള്ളത് എന്താണ്? ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ വരും. ഇവിടെ 3 ആന നിരക്കുമ്പോ മേളുണ്ട്. മേളം കഴിഞ്ഞിട്ടാണ് അരമണിക്കൂർ മേളം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഈ തൃശ്ശൂർക്കാരൊക്കെ വലിയ ആവേശത്തിലാണ്. അതുകൊണ്ടല്ല എല്ലാവരും ചൂടത്തോടെ നിൽക്കുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. ഇപ്പോ എല്ലാവരും ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഒരുപാടധികം ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. എവിടുന്നാ വരുന്നത്? ഞാൻ പാടുകാട്. ഇപ്പൊ എന്ത് കാണാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ മേളം കാണാൻ. ഓക്കെ, അമ്മയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ പല മേഖലകളിൽ നിന്ന്, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന വിശ്വാസ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപാട് പ്രതിസന്ധികളിലാണ് ഇത്തവണത്തെ പൂരം നടക്കുന്നത്. നമുക്കറിയാം. എന്നിരിക്കെ പോലും ആ വേദനകളും ആ ദുഃഖങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാളെ ഇപ്പോൾ പകൽപൂരം കഴിഞ്ഞ് പിരിയുന്നതോടുകൂടി വരുന്ന ഒരു വർഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പ് സ്വാഭാവികമായിട്ടും അവർക്ക് വെറുതെ ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വലിയ ദുഃഖം നിലനിൽക്കും അത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പൂരത്തെ കൊണ്ടാടുകയാണ് അവർ. നമുക്കറിയാം, മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും ഒക്കെ ഒരു മുടക്കവും ഇല്ലാതെ ഇത്തവണ നടക്കുന്നുണ്ട്. വെടിക്കെട്ടിനും അടക്കം തന്നെ കുടമാറ്റത്തിനുമൊക്കെയാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന ഈ മേളം, അതായത് മേളത്തിന് പലതരത്തിലുള്ള ആരാധകരുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും ഒക്കെയാണ്. അപ്പൊ അത് കൊണ്ടാടുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി, അനുഭവിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.